നമ്മൾ നിലവിൽ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇമ്മീഡിയറ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഇനി ആരെങ്കിലുമൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ബാക്കിയുള്ള ഒരു കാര്യങ്ങളിലേക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ എത്രയും പെട്ടെന്ന് കോർഡൺ ഓഫ് ചെയ്യുക, പബ്ലിക്കിനെ കൂടുതൽ, കാരണം അവിടെ ഇനി എന്തെങ്കിലും സ്ഫോടനം നടക്കുമോ എന്നുള്ള കാര്യം ഉറപ്പില്ലാത്തത് കൊണ്ട്, കാരണം ഇടയ്ക്ക് പടക്കങ്ങൾ പൊട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം ആളുകളെ കോർഡൺ ഓഫ് ചെയ്തിട്ട് നൈറ്റിലാണെങ്കിലും നമുക്ക് എല്ലാ ആളുകളെ അവിടെ നിന്ന് പുറത്തെടുക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇല്ല ഇല്ല, എനിക്കതിനെക്കുറിച്ച് ഇപ്പോൾ കമന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് മജിസ്ട്രേറ്റിൽ എൻക്വയറി കഴിഞ്ഞിട്ട് ഒരാളാണ് അങ്ങനെ പറഞ്ഞത്. അതിപ്പോൾ നിലവിലെ ചികിത്സയിലുള്ള ആൾ അങ്ങനെ പറഞ്ഞെന്നാണ് പറഞ്ഞത്. അവിടെ കാരണം കുറച്ച് ബോഡി പാർട്സ് ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് അവർ കറക്റ്റ് നമ്പർ കൺഫേം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ 5 എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന നമ്പർ. മെഡിക്കൽ കോളേജിലാണ് നമ്മൾ എലികരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവിടുത്തെ സൂപ്രണ്ട് പറഞ്ഞത് അവരിപ്പോൾ അതിന് ഫിറ്റാണ്, അവർക്കത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അല്ല, നമ്മൾ ബാക്കി എല്ലാ ഡോക്ടേഴ്സിനെ തിരിച്ച് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അത് കൂടാതെയാണ് പാലക്കാട് എറണാകുളത്ത് നിന്ന് ഞാനിപ്പോൾ പറഞ്ഞ എക്സ്ട്രാ ടീം. നമ്മളിപ്പോൾ ഒരു കൺട്രോൾ റൂമും കൂടി ഇപ്പോൾ അടുത്തുള്ള വില്ലേജ് ഓഫീസിൽ തന്നെ തുറക്കുന്നുണ്ട്. എൻക്വയറീസ് ഒക്കെ വരുന്നത് ഡീൽ ചെയ്യാനും പറ്റും. ബാക്കി ഉറപ്പായിട്ടും നമ്മൾ ലൈറ്റ്സ് ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ളത്. അതെ, അത് നമ്മൾ കയറുന്ന ആളുകളുടെ സുരക്ഷ കൂടി ഉറപ്പാക്കിയിട്ട് മാത്രമാണ് അതിന്റെ അകത്തേക്ക് ആളുകളെ കയറ്റുള്ളൂ. അത് ഫയർഫോഴ്സ് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെ, അവർ ആ എൻഡിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. പക്ഷെ അവരോടും ഒരു സേഫ്റ്റി നോക്കിയിട്ട് മാത്രമാണ് ഫർദർ അകത്തേക്ക് എൻ്റർ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കിടക്കുള്ളൂ.